മുസ്ലിം പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളിയെ മുൻനിർത്തി കലാപത്തിനുള്ള ശ്രമത്തിലാണ് കർണാടകയിൽ ബിജെപി. ഇതിന്റെ ആദ്യപടിയായി ബാങ്ക് വിളി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കർണാടക നിയമസഭയിലെ ഒരു ബിജെപി അംഗം. ബിജെപി എംഎൽസി ഡിഎസ് അരുണാണ് ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നിയമസഭയുടെ ചോദ്യോത്തര വേളയിലായിരുന്നു അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. ഗണേശ ചതുർത്ഥിക്ക് ഡിജെകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന സർക്കാർ എന്തുകൊണ്ടാണ് പള്ളികളിലെ ബാങ്ക് വിളി നിരോധിക്കാത്തത് എന്നാണ് ബിജെപി എംഎൽസിയുടെ ചോദ്യം. ബാങ്ക് വിളിയെ മുൻനിർത്തി കർണാടകയിൽ സംഘർഷത്തിന് ശ്രമിക്കുന്ന ബിജെപിയുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് കർണാടക നിയമസഭയിൽ ബാങ്ക് വിളി ഉൾപ്പെടെ പള്ളികളിലെ ഉച്ചഭാഷണികൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി രംഗത്തെത്തിയത്. ബിജെപി എംഎൽസി ഡിഎസ് അരുണാണ് ഇക്കാര്യം ആദ്യം ഉന്നയിച്ചത്. പിന്നാലെ മറ്റ് ബിജെപി അംഗങ്ങളും ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പറിയിച്ചതോടെ ബിജെപി അംഗങ്ങൾ നിയമസഭയിൽ ബഹളമുണ്ടാക്കി. സംസ്ഥാനത്ത് ക്രമസമാധാനം നടപ്പാക്കുന്നതിൽ സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് എന്നായിരുന്നു ബിജെപിയുടെ വാദം. ശബ്ദമലിനീകരണത്തിനെതിരെ നടപടിയെടുക്കുന്ന സർക്കാർ പള്ളികളിലെ ഉച്ചഭാഷണികൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നും, എന്നാൽ ഗണേശ ചതുർത്ഥി ഉൾപ്പെടെയുള്ള പരിപാടികളിലെ ഡിജെകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ടെന്നും ബിജെപി ചൂണ്ടിക്കാട്ടി. ശബ്ദമലിനീകരണ ചട്ടങ്ങൾ പ്രകാരം നിശ്ചിത ഡെസിബൽ പരിധിയിലുള്ള ഉച്ചഭാഷണികളെ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നും, എന്നാൽ പല പള്ളികളിലും ഇത് പാലിക്കപ്പെടുന്നില്ല എന്നും ബിജെപി കുറ്റപ്പെടുത്തി. രാവിലെ 6 മുതൽ 10 വരെ മാത്രമാണ് ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നത്. എന്നാൽ പള്ളികളിൽ അത് പാലിക്കപ്പെടുന്നില്ല എന്ന് ബിജെപി ആരോപിക്കുന്നു. എന്നാൽ ദീപാവലി, വിവാഹാഘോഷങ്ങൾ എന്നിവയിലെല്ലാം ഇതിനേക്കാൾ വലിയ രീതിയിലല്ലേ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നത് എന്ന വനം മന്ത്രി ഈശ്വർ ഖാൻഡ്രെ മറുപടി നൽകിയതോടെ സഭയിൽ ബിജെപി അംഗങ്ങൾ ബഹളം വെച്ചു. ദീപാവലിയും വിവാഹവും പതിവ് പരിപാടികളല്ലെന്നും ബാങ്ക് വിളി എല്ലാ ദിവസവും ഉണ്ട് എന്നുമായിരുന്നു ബിജെപി അംഗങ്ങളുടെ വാദം. ബഹളം നിയന്ത്രിക്കാനൊടുവിൽ കൌൺസിൽ ചെയർമാന് തന്നെ ഇടപെടേണ്ടിയും വന്നു. അംഗത്തിന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ ചെയർമാൻ ബസവരാജ് ബൊറാട്ടി മന്ത്രിയോട് ആവശ്യപ്പെട്ടതോടെയാണ് ബിജെപി അംഗങ്ങൾ ബഹളം അവസാനിപ്പിച്ചത്. സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ പ്രകാരം ശബ്ദമലിനീകരണ പരാതികൾ പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെന്ന് മന്ത്രി മറുപടി നൽകി. ഉച്ചഭാഷണികളുടെ ഡെസിബൽ അളക്കുന്നതിനായി പ്രാദേശിക സമിതികൾ രൂപീകരിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതാദ്യമായല്ല ബിജെപിയും സംഘപരിവാർ സംഘടനകളും ബാങ്ക് വിളിയുടെ പേരിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നേരത്തെ രാജസ്ഥാനിലും സമാന ആവശ്യം ഉന്നയിച്ച ബിജെപി രംഗത്തെത്തിയിരുന്നു. രാജസ്ഥാനിലെ ബിജെപി എംഎൽഎ ബാലമുകുന്ദാചാര്യയായിരുന്നു ബാങ്ക് വിളി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ബാങ്ക് വിളി മൈഗ്രെയിൻ ഉള്ളവരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാദം. ഈ വർഷം മാർച്ചിലായിരുന്നു അദ്ദേഹം ഈ വിചിത്രവാദം ഉന്നയിച്ചത്. അന്ന് അതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബാങ്ക് വിളി പ്രാദേശിക ഭാഷകളിലാക്കണമെന്നും നേരത്തെ ബിജെപിയിൽ നിന്ന് ആവശ്യമുണ്ടായിരുന്നു. ബിജെപി നേതാവ് വികാസ് പ്രീതം സിൻഹയായിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചത്. രാജ്യത്തെ മഹാഭൂരിഭാഗം ആളുകളും അറബി ഭാഷ അറിയാത്തവരാണെന്നും, അതിനാൽ ബാങ്ക് വിളി അതത് പ്രദേശത്തെ ഭാഷകളിലാക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം.